മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്റർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കണം. മാഗ്നസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മാത്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമായ ഇന്റഗ്രൽസ് എന്ന് പറയുന്ന പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോവുക. 10 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ x-1 dx by x-2 into x-3. ഇത് നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? ഇത് പറഞ്ഞാൽ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ ഇതിന്റെ ജസ്റ്റ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. x-1 by x-2 into x-3 is equal to a by x-2 plus b by x-3. ഇനി ഇതാണ് ജസ്റ്റ് ക്ലോസ് മൾട്ടിപ്ലൈ. a into x-3 plus b into x-2 by x-2 ഇതിനായിട്ട് മൾട്ടിപ്ലൈ x-2 into x-3. ഇവിടെ x-1 by x-2 into x-3. രണ്ട് സ്ഥലത്തെ ഡിനോമിനേറ്റർ സെയിം ആണ്, എല്ലാം ക്യാൻസൽ ആയിരിക്കും. ബാക്കി x-1 is equal to a into x-3 plus b into x-2. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ ഇക്വേഷൻ കാണുന്നുള്ള അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യും. ഇവിടെ എക്സിന് ഇവിടെ ഒരു 2 കൊടുത്തു. എക്സിന് 2 കൊടുക്കുമ്പോൾ എന്താവും? 2 - 2 0. x is equal to 2. എക്സിന് 2 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2 - 1 is equal to a into 2 - 3. ഇവിടെ 2 കൊടുക്കേണ്ട കാര്യമില്ല. 2 - 2 0, 0 into b എന്താവും? 0. 2 - 1 is equal to 2 - 3 എന്ന് പറഞ്ഞാൽ -1 into a minus a ആണ്, അല്ലെങ്കിൽ a is equal to -1. ഇനി ബിയുടെ വില കണ്ടുപിടിക്കാം. ബിയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടി x is equal to 3. എക്സിന് 3 കൊടുക്കും. 3 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 3 - 1, x - 1 ആണ്, 3 - 1 is equal to a into x ന് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 - 3 plus b into x ന് 3 കൊടുത്താൽ 3 - 2. 3 - 3 0, മൾട്ടിപ്ലൈ പോയി. 3 - 2 1 into b, b. 3 - 1 2. അപ്പം b എത്ര കിട്ടും? b is equal to 2 എന്ന് വരും. അപ്പൊ a യുടെ വില കിട്ടി, അതേപോലെ b യുടെ വില കിട്ടി. ഇനി വാല്യൂസ് എന്ത് ചെയ്യാം? ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ 1 in place a by x-2 എന്ന് പറയുമ്പോൾ -1 by x-2 plus b എന്ന് പറയുമ്പോൾ 2 ആണ്, 2 by x-3. ഇതേ രീതിയിലാണ് റൈറ്റ് സൈഡ് വരുന്നത്. ഇനി ഇതിന്റെ ഇന്റഗ്രൽ ചെയ്താൽ മതി. ഇവിടെ ഇന്റഗ്രൽ കൊടുക്കാം dx, ഇവിടെ ഇന്റഗ്രൽ dx. ഇതിന്റെ വാല്യൂ എത്രയാണ് കണ്ടുപിടിച്ചത്? അപ്പൊ ഇത് മൈനസ് കോൺസ്റ്റന്റ് വെളിയിലെടുത്ത് ഇന്റഗ്രൽ 1 by x-2. ഇന്റഗ്രൽ 1 by x അറിയാം, log mod x. അപ്പൊ ഇന്റഗ്രൽ 1 by x-2 log mod x-2. അടുത്ത പ്ലസ് 2 വെളിയിലെടുത്ത് 1 by x-3. ഇന്റഗ്രൽ 1 by x-3 log mod x-3. x-3 പ്ലസ് c. ഇത്രയും മതി. ഇതിന്റെ ബാക്കി ഇനി ചെയ്യാം. ഇത്രയെങ്കിലും നിങ്ങൾ എത്തിക്കുക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ dx by e raised to x plus e raised to -x the whole square. ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ ആദ്യം ചെയ്യാനുള്ളത് ഇന്റഗ്രൽ dx by e raised to x plus e raised to -x. e raised to -x നെ 1 by e raised to x എന്ന് കൊടുക്കുക. e raised to -x നെ 1 by e raised to x, പിന്നെ അതിന്റെ സ്ക്വയർ. ഇന്റഗ്രൽ dx by ഇത് ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ. e raised to x into e raised to x, e raised to x the whole square. e raised to x into e raised to x, e raised to x the whole square. ഇനി അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 1 into 1 1 by e raised to x, പിന്നെ the whole square. ഓക്കെ, അടുത്ത ഇന്റഗ്രൽ dx by e raised to x the whole square e raised to 2x എന്ന് കൊടുക്കാം, plus 1 by e raised to x
അതിന്റെ സ്ക്വയർ. അടുത്തത് ഇന്റഗ്രൽ dx by e raised to 2x plus 1 അതിന്റെ സ്ക്വയർ. a by b the whole square a square by b square ആയി. a by b the whole square a square by b square. ആ മോഡൽ ചെയ്യും. e raised to the whole square ഇവിടെ എന്ത് വരും? e raised to 2x. ന്യൂമറേറ്റർ സ്ക്വയർ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇനി ഈ ബൈ e raised to 2x നെ എന്ത് ചെയ്യാ? ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകും. ഇന്റഗ്രൽ e raised to 2x by e raised to 2x plus 1 the whole square dx. ഇനി ഇതിന്റെ ബാക്കി ഇവിടെ ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് e raised to 2x plus 1 ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. e raised to 2x plus 1 is equal to t എന്ന് കൊടുക്കാം. e raised to 2x plus 1 നെ t എന്ന് കൊടുക്കാം. പിന്നെ ഇതിനെ ഡെറിവേറ്റീവ് എടുക്കാം. ഇവിടെ വരും 2 e raised to 2x. e raised to 2x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ e raised to 2x ഉം പിന്നെ വേണം ആ ചെയിൻ റൂൾ വരുന്ന രീതിയിൽ 2x ആകുമ്പോൾ 2x ന്റെ ഡെറിവേറ്റീവ് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. പ്ലസ് 1 ഡെറിവേറ്റീവ് അബൌട്ട് അടുത്ത t യുടെ ഡെറിവേറ്റീവ് dt by dx ആണ്. ആ dx എന്നതിനോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതിൽ നിന്നും e raised to 2x dx is equal to dt by 2 എന്ന് വരും. ഓക്കെ, ഈ വാല്യൂസ് ഒക്കെ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ e raised to 2x dx അതെ e raised to 2x dx അതിന് വരാൻ കൊടുക്കുക dt by 2 by e raised to 2x plus 1 e raised to 2x plus 1 എന്നാണ് t. ഇനി എന്തും കൂടെ ഉണ്ട്, ഒരു സ്ക്വയറും കൂടെ ഉണ്ട്. ഓക്കെ, ഇതിനെങ്ങനെയാണ് 1/2 വെളിയിലെടുത്തു കഴിഞ്ഞാൽ dt by t square ഇത്രയൊക്കെ. ഇനി 1/2 ഇന്റഗ്രൽ 1/x square ഇന്റഗ്രൽ 1/x square minus 1/x ആണ് പ്ലസ് c 1/2 minus 1/2 t ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. e raised to 2x plus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പ്ലസ് c. ഇതിന്റെ ആൻസർ minus 1/2 into e raised to 2x plus 1 plus c. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്റഗ്രൽ x square e raised to x dx. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ രണ്ട് ഫംഗ്ഷൻ എന്ത് ചെയ്തിരിക്കുകയാണ്? മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഇന്റഗ്രേഷൻ ആണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇന്റഗ്രേഷൻ ബൈ പാർട്സിന് റൂൾ ഉണ്ട്. ഏതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കണം ഏത് സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കണം എന്നുള്ള റൂൾ ഉണ്ട്. അത് ഹൈലൈറ്റ് എന്ന് പറയും. അപ്പൊ അതിന് ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കണം. L എന്ന് പറഞ്ഞാൽ ലോഗരിതമിക് ഫംഗ്ഷൻ, A എന്ന് പറയുമ്പോൾ ആൽജിബ്രായിക് ഫംഗ്ഷൻ, T എന്ന് പറയുമ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, E എന്ന് പറയുമ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. x സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് ആൽജിബ്രായിക് ഫംഗ്ഷൻ ആണ്. e raised to x അത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അപ്പൊ അത് രണ്ടാമതാണ്. അപ്പൊ ആദ്യം വന്നിരിക്കുന്ന ആൽജിബ്രായിക് ഫംഗ്ഷൻ ആണ്. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പൊ ഇതേപോലെ പ്രോഡക്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഇന്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ x സ്ക്വയർ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് into integral of second. ഇതാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ into integral of second function minus integral of derivative of first into integral of second. പിന്നെ അതിന്റെ ഇന്റഗ്രൽ. അവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 3 ഇന്റഗ്രേഷൻ ആണ്. നമുക്ക് നോക്കാം. x square into integral e raised to x integral e raised to x e raised to x തന്നെയാണ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് x square ഡെറിവേറ്റീവ് 2x into ഇന്റഗ്രൽ e raised to x അതും e raised to x തന്നെയായിരിക്കും. പിന്നെ മൊത്തത്തിലുള്ള dx. ഇവിടെ x square e raised to x മൈനസ് വീണ്ടും ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഇതിനകത്ത് അപ്ലൈ ചെയ്യും. കാരണം ഇവിടെ x എന്നുള്ള ഒരു ഫംഗ്ഷൻ e raised to x. അപ്പൊ x എന്നുള്ള ആൽജിബ്രായിക് ഫംഗ്ഷൻ തന്നെയാണ്. അപ്പൊ അത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. ആ 2 ആണെങ്കിൽ വെളി വരാം, കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താം. അല്ലെങ്കിൽ 2x ആയിട്ട് ഒരുമിച്ച് നിർത്തിയിട്ട് വേണം ചെയ്യാം, അല്ലെങ്കിൽ 2 മാറ്റി എടുത്ത് ചെയ്യാം. 2 ഞാൻ ഇവിടെ മാറ്റി എടുത്തിരിക്കുകയാണ്. ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നതിനകത്ത് ഇന്റഗ്രേഷന്റെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ x ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ്
derivative of first into integral of second. So x square e raised to x minus 2 into x into integral e raised to x, integral e raised to x, e raised to x minus integral of d by dx of x, derivative of x 1 ആണ്, 1 into integral e raised to x, e raised to x പിന്നെ dx. അടുത്ത x square e raised to x minus 2 into x e raised to x minus integral 1 into e raised to x, 1 നെ നോക്കണ്ട, integral e raised to x, e raised to x. വേണമെങ്കിൽ ഒരു ഇന്റഗ്രേഷൻ ഇല്ല, എത്രയേ ഉള്ളൂ, വേണമെങ്കിൽ ഈ 2 ആദ്യമായിട്ട് ഗുണിക്കും, എന്തെങ്കിലും കുഴപ്പമില്ല, എത്രയായി പ്ലസ് സി. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. അപ്പൊ ഇവിടെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അറിയാം. അതിന്റെ റൂൾ എന്താണ്? ഫസ്റ്റ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഓക്കെ, നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ sin 2 പ്ലസ് 3 log x by x dx. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. 2 plus 3 log x, 2 plus 3 log x ന് t എന്ന് കൊടുക്കാം. 2 plus 3 log x ന് t. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, ഡെറിവേറ്റീവ് 0 ആവുമ്പോൾ 3 log x, 3 into log x ന്റെ ഡെറിവേറ്റീവ്, log x ന്റെ ഡെറിവേറ്റീവ് 1 by x is equal to t യുടെ ഡെറിവേറ്റീവ് dt with respect to x ലാണ്. അപ്പോൾ dt by dx വരും, ആ dx ഇവിടെ കൊടുക്കും. ഇനി 1 by x dx ആവുമ്പോൾ എന്ത് ചെയ്താൽ ഈ 3 ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 by x dx is equal to dt by 3. ഇനി ഇന്റഗ്രേഷനിലേക്ക് പോകാം. ഇന്റഗ്രൽ sin 2 plus 3 log x, 2 plus 3 log x ന് പകരം എന്ത് കൊടുക്കാം? t കൊടുക്കാം. അപ്പോൾ sin t by, ഇനി ഇവിടെ ബാക്കിയുള്ളത് dx by x ആണ്. dx by x ആണ്, 1 by x dx എന്താണ്? dt by 3 ആണ്. അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ഈ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി 1/3 കോൺസ്റ്റന്റ് ഇവിടെ കൊടുക്കാം. ഇന്റഗ്രൽ sin t dt, ഇന്റഗ്രൽ sin x എന്താണ്? മൈനസ് കോസ് t, അല്ലെങ്കിൽ ഇന്റഗ്രൽ sin t എന്ന് പറയുമ്പോൾ മൈനസ് കോസ് t പ്ലസ് c. ഇനി മൈനസ് 1/3 കോസ് t, t എന്ന് പറയുമ്പോൾ 2 plus 3 log x എന്ന് കൊടുക്കും പ്ലസ് c. ഇത്രയാണ് ഇതിന്റെ ആൻസർ. ഇതൊരു 2 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതേ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 1 to e 1 by x into 1 plus log x dx. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ് പറയുമ്പോൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഏത് വേരിയബിളിലേക്കാണോ മാറ്റുന്നത് ആ വേരിയബിളിനും ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരും, അത് കണ്ടുപിടിക്കും. ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന 1 plus log x, 1 plus log x ന് t എന്നാണ് ഞാൻ കൊടുക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് 1 plus log x ന് t എന്ന് കൊടുക്കും. ഡെറിവേറ്റീവ് എടുത്തു, 1 ഡെറിവേറ്റീവ് 0, log x ഡെറിവേറ്റീവ് 1 by x, t യുടെ ഡെറിവേറ്റീവ് dt by dx ആണ്, dx ഇവിടെ കൊടുത്തു dt. 1 by x dx ന് ഇവിടെ എന്ത് കൊടുക്കാം? dt എന്ന് കൊടുക്കാം. 1 plus log x ന് കൊടുക്കാം, t കൊടുക്കാം. ഇത് ലിമിറ്റ് നോക്കണം. ലിമിറ്റ് ഇവിടെ x ന്റെ ലിമിറ്റുകളാണ് തന്നിരിക്കുന്നത്. നമ്മൾ എന്തിലേക്ക് മാറി? t യിലേക്ക് മാറി. അപ്പൊ t യുടെ ലിമിറ്റ് കണ്ടുപിടിക്കും. അപ്പൊ when x is equal to 1, ഇവിടെ 1 എന്ന് പറഞ്ഞാൽ x ന്റെ ലോവർ ലിമിറ്റ് ആണ്. when x is equal to 1, x ന് 1 തന്നിയ ആ ഇവിടെ കൊടുക്കും. 1 plus log x ന്റെ അവിടെ x ന്റെ അവിടെ 1 കൊടുക്കും. അപ്പൊ എന്ത് കിട്ടും? 1 plus log 1, 1 plus log 1 ആവുന്നത് എന്ന് പറയുന്നത് t. log 1 ന്റെ വാല്യൂ 0, അപ്പൊ 1 plus 0 1, അപ്പൊ t എന്താവും? t equal to 1 ആവും. പറയുമ്പോൾ x ന് 1 കൊടുത്താൽ t യുടെ വില എന്ത് തന്നെയാണ്? 1 തന്നെയായിരിക്കും. അടുത്ത when x is equal to e, x ന് e കൊടുക്കുക. അപ്പോൾ എന്താ? 1 plus log e, അത് is equal to t ആയിരിക്കും. log e യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 plus 1, 1 plus 1 2 ആവും. അപ്പോൾ t യുടെ വാല്യൂ എന്താവും? 2 ലേക്ക് മാറും. അപ്പോൾ ഈ x ന് e വരുമ്പോൾ t എന്തിലേക്ക് മാറി? 2 ലേക്ക് മാറി. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്റഗ്രൽ 1 എന്ന് പറയുമ്പോൾ x ന് 1 കൊടുക്കുമ്പോൾ t യുടെ വില ആ വിലയാണ് അവിടെ കൊടുക്കാനുള്ളത് 1. അടുത്തത് e, x ന് e വരുമ്പോൾ t യുടെ വില എത്രയാണ്? 2, ആ 2 ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇന്റഗ്രൽ 1 to 2 എന്നാണ്. ഇന്റഗ്രൽ 1 to 2. ഇനി ഇവിടെ എന്തുണ്ട്? 1 by x dx, 1 by x dx ന് പകരം എന്താണ് കൊടുത്തിരിക്കുന്നത്? dt. അപ്പോൾ dt എന്ന് വരും by, പിന്നെ 1 plus log x, 1 plus log x, 1 plus log x എന്താണ്? ഇത്രയേ ഉള്ളൂ.
അപ്പൊ ഇന്റഗ്രൽ 1 to 2 dt by t എത്രയാണ് കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്കറിയാം ഇന്റഗ്രൽ 1 by x dx, ഇന്റഗ്രൽ 1 by x dx എന്ന് പറയുമ്പോൾ log mod x. അപ്പൊ ഇന്റഗ്രൽ 1 by t dt യോ log mod t. ഇത് ഡിഫറൻഷ്യൽ ഇന്റഗ്രൽ ആണ്. അപ്പോൾ ലിമിറ്റ് കൊടുക്കണം 1 മുതൽ 2 വരെ. അപ്പോൾ ഡിഫറൻഷ്യൽ ഇന്റഗ്രൽ എങ്ങനെ ലിമിറ്റ് കൊടുക്കണം? ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ log t യുടെ ആദ്യം 2 കൊടുക്കുക. log mod 2 minus log mod 1. log mod 2 minus log mod 1. ഇത് log a minus log b. log a minus log b ആണ് log a by b. log 2 by 1. log a minus log b ആണ് log a by b. 2 by 1 ആണ് 2. log 2. ഇതാണ് അഞ്ചാമത്തെ ആൻസർ. ഇന്റഗ്രൽ 1 to e 1 by x into 1 plus log dx is equal to log 2 എന്നായി. ഓക്കേ, നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ dx by x square plus 4x plus 10. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇത് ഏത് ഫോം ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് ഇന്റഗ്രൽ dx by ax square plus dx plus c ആ ഒരു ഫോമാണ്. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നേരെ സ്ക്വയർ കംപ്ലീഷനിലേക്ക് പോകാം. ഇവിടെ ഇന്റഗ്രൽ dx by x square plus 4x plus സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ x ന്റെ കോഎഫിഷ്യന്റ് ഏതാണോ അതിന്റെ പകുതിയുടെ സ്ക്വയർ കൂട്ടുക കുറയ്ക്കുക. ഇവിടെ 4 ആണ്, 4ന്റെ പകുതി 2 ആണ്, 2ന്റെ സ്ക്വയർ കൂട്ടുക അതേപോലെ കുറയ്ക്കുക. ഇതിലേക്ക് വ്യത്യാസം ഉണ്ട്. പ്ലസ് 10 അടുത്ത x square plus 4x plus 2 സ്ക്വയർ അടുത്ത മൈനസ് 2 ന്റെ സ്ക്വയർ. മൈനസ് 2 ന്റെ സ്ക്വയർ പറഞ്ഞാൽ മൈനസ് വേറെ 2 ന്റെ സ്ക്വയർ വേറെ. അപ്പൊ മൈനസ് 4 പ്ലസ് 10 എന്ന് പറയുമ്പോൾ പ്ലസ് 6 കൊടുത്തു. അടുത്ത ഇത് a plus b the whole square എക്സ്പാൻഷൻ ആണ്. എന്ന് പറഞ്ഞാൽ a എന്ന് പറയുമ്പോൾ x ഉം b എന്ന് പറയുമ്പോൾ 2. അപ്പൊ x plus 2 the whole square ന്റെ എക്സ്പാൻഷൻ ആണ് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? x plus 2 the whole square കൊടുക്കാം പ്ലസ് 6 നെ root 6 the whole square എഴുതാം. 6 നെ എങ്ങനെ എഴുതാം? root 6 the whole square. അപ്പൊ ഇതൊരു സ്റ്റാൻഡേർഡ് ഫോം ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്റഗ്രൽ dx by x square plus a square എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ഫോം ഒരു 6 തരത്തിലുള്ള ഇന്റഗ്രൽസ് ഉണ്ട്. അത് പഠിക്കണം. ഇത് ഇന്റഗ്രൽ dx by x square plus a square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by a tan inverse x by a ആ ഒരു ഫോം വരുന്ന ഒരു മോഡലാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ ആൻസർ 1 by a എന്ന് പറയുമ്പോൾ root 6 into tan inverse x by a. x എന്ന് പറയുമ്പോൾ ഇവിടെ x plus 2 by a root 6 plus ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഇത് 2 മാർക്കിന് ചോദിക്കാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്റഗ്രൽ 0 to pi by 4 log 1 plus tan x dx. അപ്പൊ ഇത് ഡിഫറൻഷ്യൽ ഇന്റഗ്രൽ വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താണ് ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ ഇന്റഗ്രലിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താണ് ചെയ്യുന്നത്. ഇത് ഇവിടെ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇന്റഗ്രൽ 0 to a f of x dx. ഇന്റഗ്രൽ 0 to a f of x dx is equal to ഇന്റഗ്രൽ 0 to a f of a minus x dx. ആ ഒരു ഫോർമാറ്റിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇന്റഗ്രൽ 0 to a f of x dx is equal to ഇന്റഗ്രൽ 0 to a f of a minus x dx. അതനുസരിച്ച് ഇതിനെ മാറ്റാം. ഇന്റഗ്രൽ 0 to pi by 4 log 1 plus tan x. x ഉള്ള സ്ഥലത്ത് മാത്രം മാറ്റി കൊടുത്താൽ അപ്പൊ tan x മാറി a minus x. a minus x പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് മൈനസ് x. അപ്പർ ലിമിറ്റ് ഇവിടെ pi by 4 ആണ്. pi by 4 minus x എന്ന് പറയും dx. ഈ രീതിയിലാണ് ഇതിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് മാറ്റി എഴുതുന്നത്. ഇനി ഇന്റഗ്രൽ 0 to pi by 4 log 1 plus tan pi by 4 minus x. ഇത് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ്. tan pi by 4 minus x എന്ന് പറയുമ്പോൾ 1 minus tan x by 1 plus tan x. tan pi by 4 minus x ന്റെ വാല്യൂ ആണ് 1 minus tan x by 1 plus tan x dx. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇന്റഗ്രൽ 0 to pi by 4 log ക്രോസ് ചെയ്യുമ്പോൾ 1 plus tan x plus 1 minus tan x by 1 plus tan x dx. Integral 0 to pi by 4 log plus tan x minus tan x by 1 plus 1 2 by 1 plus tan x dx. ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും വരുന്നത്. അതോടെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ i is equal to എന്ന് പറയുന്ന സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്റഗ്രലാണ് i is equal to integral 0 to pi 4 log 1 plus tan x dx ആണ് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം.
ആ ഐ തന്നെയാണ് ചെയ്ത് കൊണ്ടുവരുന്നു. ഇവിടെ എത്തി ഐ ഈസ് ഈക്വൽ ടു. അപ്പൊ 1 എന്നുള്ള ഇക്വേഷനും 2 എന്നുള്ള ഇക്വേഷനും വരും. ഇനി 1 ഉം 2 കൂടെ ആഡ് ചെയ്യുക. 1 പ്ലസ് 2 ചെയ്യുക. 1 പ്ലസ് 2 ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഐയും ഐ പ്ലസ് ഐ 2i. 2i is equal to right side integral 0 to pi by 4 log 1 plus tan x dx plus integral 0 to pi by 4 log 2 by 1 plus tan x dx. अब രണ്ടിനെ ഒന്ന് ആഡ് ചെയ്യാൻ പറ്റും കാരണം ലിമിറ്റ് 0 to pi by 4 ആണ്. അപ്പോൾ 2i is equal to 0 to pi by 4 log 1 plus tan x plus log 2 by 1 plus tan x പിന്നെ dx is equal to integral 0 to pi by 4. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും log a ഇതിപ്പോ log a plus log b. log a plus log b എന്ന് പറഞ്ഞാൽ log ab ആണ്. അപ്പൊ log ab എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ ചെയ്യാൻ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ log 1 plus tan x into 2 by 1 plus tan x. 1 plus tan x 1 plus tan x വെട്ടിപ്പോയി. ബാക്കി ഇന്റഗ്രൽ 0 to pi by 4 log 2 എന്ന് മാത്രമായിരിക്കും വരുന്നത്. log 2 dx. dx ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2i. അപ്പൊ 2i is equal to log 2 കോൺസ്റ്റന്റ് ആണ്. ഇനി ഇന്റഗ്രൽ 0 to pi by 4 dx. 0 to pi 4 dx പറഞ്ഞു കഴിഞ്ഞാൽ അത് x ആയിരിക്കും. x ന്റെ ലിമിറ്റ് 0 to pi by 4. അപ്പൊ 2i is equal to log 2 into x 0 to pi by 4. 2i is equal to log 2 upper limit minus lower limit കൊടുക്കുക. pi by 4 minus 0. അപ്പൊ 2i is equal to log 2 pi by 4. നമുക്ക് i യുടെ വാല്യൂ വേണ്ടത് ഈ 2 എന്ത് ചെയ്യണം നമ്മൾ ഡിവൈഡ് ചെയ്യാം. i is equal to pi by 8 ആണ്. 2 ഈ 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 8 ഒരു pi by 8 log 2 ആയിരിക്കും നമ്മുടെ ആൻസർ. കാരണം i എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആണ്. i ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ pi by 8 log 2 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. integral dx by x into x raised to 7 plus 1. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. പക്ഷെ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. കാരണം x raised to 7 t എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ 7x raised to 6 7x raised to 6 എന്നുള്ള ടേം ഇതിനകത്തില്ല. അപ്പൊ അതൊക്കെ ഒന്ന് വരുത്തണം. നോക്കിയോ, ഇന്റഗ്രൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 1/x ഉണ്ടല്ലോ. 1/x ഞാൻ x raised to 6 by x raised to 7 എഴുതാം. x raised to 6 by x raised to 7 ആണ്. a raised to m by a raised to n is equal to a raised to m minus n. a raised to m by a raised to n ആണ്. a raised to m minus n. അതനുസരിച്ച് x raised to 6 by x raised to 7 എന്ന് പറയുമ്പോൾ x raised to 6 minus 7 വരുന്നത് x raised to minus 1 ആണ്. x raised to minus 1 എന്ന് പറയുമ്പോൾ 1/x ആണ്. അപ്പൊ 1/x ന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, അത് ജസ്റ്റ് ഇങ്ങനെ ഇതിലേക്ക് മാറ്റി x raised to 6 by x raised to 7 ആക്കി. ബാക്കി നമ്മൾ x raised to 7 plus 1 dx ഈ ഒരു ഫോർമാറ്റ്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. x raised to 7 നാണ് t ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂഷൻ x raised to 7 ന് t ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെറിവേറ്റീവ് എടുക്കുക 7. x raised to n ഡെറിവേറ്റീവ് x raised to n minus 1. അപ്പോൾ x raised to 7 ന് 7x raised to 6 t യുടെ ഡെറിവേറ്റീവ് dt by dx. ആ dx ഇവിടെ കൊടുക്കുക is equal to dt. ഇനി x raised to 6 dx എന്ന് പറയുമ്പോൾ dt by 7. അതാണ് ഇന്റഗ്രേഷൻ കൊടുക്കുക. ഇന്റഗ്രൽ x raised to 6 dx അതിനെന്ത് കൊടുക്കുക dt by 7 by x raised to 7. x raised to 7 എന്താണ് t. ഇനി x raised to 7 plus 1. അപ്പോൾ എന്താ x raised to 7 t ആണ്. t plus 1 ഈ ഒരു ഫോർമാറ്റ് വരും. 1/7 into integral dt by t into t plus 1 ഇങ്ങനെയാണ് വരിക. ഇനി ഇതിന്റെ ഇന്റഗ്രേഷൻ ചെയ്യണം. ഇതൊന്നെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ എളുപ്പവഴി ഉണ്ട്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 1/2 into 3
ഒരു നമ്പർ അതിനേക്കാളും കൂടിയ ഒരു നമ്പർ 1/2 into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 minus 1/3 അല്ലെങ്കിൽ 1/4 into 5. 1/4 into 5 എന്ന് പറഞ്ഞാൽ 1/4 minus 1/5 ജനറലായിട്ട് പറഞ്ഞാൽ 1/n into n plus 1 is equal to 1/n minus 1/n plus 1. ഇതറിയാൻ വേണ്ടി പെട്ടെന്ന് അപ്പൊ ഇത് വെച്ചാൽ ചെയ്യണേ. 1/7 into integral 1/t minus 1/t plus 1 dt. അത്രേ ഉള്ളൂ. 1/n into n plus 1 പറഞ്ഞാൽ 1/n minus 1/n plus 1. അത് വെച്ചാൽ ചെയ്താൽ 1/7 integral 1/x integral 1/t എന്ന് പറഞ്ഞാൽ 1/x എന്നാണ് log mod x അല്ലെങ്കിൽ log t minus ഇവിടെ log t plus 1 plus c ഉണ്ട്. ഇനി ആ t യുടെ സ്ഥാനത്തുള്ള വാല്യൂസ് കൊടുക്കണം. അപ്പൊ 1/7 into log ഇത് log a minus log b log a by b എന്ന് കൊടുക്കണം. അപ്പൊ log t by t plus 1 plus c എന്ന് കൊടുക്കാം. 1/7 log t എന്ന് പറയുമ്പോൾ x raised to 7 x raised to 7 by x raised to 7 plus 1 plus c. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്താലും 1/x കണ്ടു കഴിഞ്ഞാൽ x raised to 6 by x raised to 7 ലേക്ക് മാറ്റിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ. അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഓക്കെ, നമുക്ക് അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ 0 to root x by root x plus root a minus x dx is equal to a by 2. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഇന്റഗ്രൽ 0 to a f of x dx is equal to integral 0 to a f of a minus x dx. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ i equal to പറഞ്ഞിട്ടുണ്ട്. അപ്പൊ i is equal to integral 0 to a root x by root x plus root a minus x dx. Question number 1 എന്ന് പറഞ്ഞു. ഇനി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിരുന്നു. i is equal to integral 0 to a x ഉള്ള സ്ഥലത്തെല്ലാം a minus x കൊടുക്കുന്നു. അപ്പൊ ഇവിടെ x ന്റെ അവിടെ കൊടുത്താൽ a minus x by റൂട്ട് ഇവിടെ x ഉണ്ട്, x ന്റെ അവിടെ a minus x കൊടുക്കുന്നു പ്ലസ് റൂട്ട് a minus പിന്നെ x ആണല്ലോ, ആ x ന്റെ അവിടെ കൊടുക്കുക a minus x കൊടുക്കുക ബ്രാക്കറ്റ് കൊടുക്കുക dx is equal to integral 0 to a root a minus x dx by root a minus x plus മൈനസ് താഴത്തേക്ക് കൊടുക്കുമ്പോൾ a മൈനസ് into a minus a minus a 0 ആയി പോയി മൈനസ് മൈനസ് x എന്താവും പ്ലസ് x ആവും. അപ്പൊ x മാത്രം ഉണ്ടാവും. ഇത് i ആണ്. ഇക്വേഷൻ നമ്പർ 2. ഇനി ചെയ്യുന്നത് 1 ഉം 2 കൂടെ ആഡ് ചെയ്യുക. 1 plus 2 i യും i യും കൂടെ കൂട്ടി 2i. 2i is equal to integral 0 to a. രണ്ടിന്റെ ലിമിറ്റ് എന്തായാലും സെയിം ആണ്, അത് മാറത്തില്ല. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താലും ലിമിറ്റ് മാറത്തില്ല. അത് കൂട്ടുമ്പോൾ വരും റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ് പ്ലസ് ഇവിടെ റൂട്ട് എ മൈനസ് എക്സ് ബൈ റൂട്ട് എ മൈനസ് എക്സ് പ്ലസ് റൂട്ട് എക്സ്. മൊത്തത്തിലുള്ള ഡി എക്സ് കൊടുത്താൽ ഓരോന്നും എഴുതണ്ട, മൊത്തത്തിൽ കൊടുത്താൽ 2i is equal to ഇനി നോക്കി ആ ഡിനോമിനേറ്റർ വരിക റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ്. അത് തന്നെ ഇവിടെ ഉള്ളത് റൂട്ട് എ മൈനസ് എക്സ് പ്ലസ് റൂട്ട് എക്സ്. ഓർഡർ മാറിയതേ ഉള്ളൂ, പക്ഷേ അഡിഷൻ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. പ്ലസ് ബി പ്ലസ് എന്നാണ് ഈക്വൽ ആണ്. അപ്പൊ ഡിനോമിനേറ്ററിൽ എന്ത് തന്നെയാണ് റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ് കൊടുക്കുക. അപ്പോൾ ന്യൂമറേറ്റർ കൂട്ടുക റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ് ഡി എക്സ്. പിന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ആ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും എന്താണ് സെയിം ആണ്. സെയിം ആവുമ്പോൾ ക്യാൻസൽ ആയി പോയി. 2i is equal to integral ഇവിടെ 0 to a ഉണ്ട് 0 to a പോയി dx. 2i is equal to integral 0 to a dx എന്ന് വരും. അപ്പൊ അതിനെ 2i is equal to integral dx. integral dx x ആണ്, ലിമിറ്റ് 0 to a. ഇനി എന്ത് ചെയ്യാം x ന്റെ അവിടെ a കൊടുക്കരുത്. അപ്പൊ 2i is equal to a minus 0 എന്ന് a. അപ്പൊ i is equal to a by 2. i എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ i is equal to 0 to root x by root x plus root a minus x. അതിന്റെ വാല്യൂ എത്രയും a by 2 ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പോകുന്നു. ഇത്രയുള്ളൂ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി പറയാൻ പോകുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ.
ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്റഗ്രൽ 0 to 1 x square dx as the limit of a sum. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇല്ലാത്ത +2 മാത്സ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഓരോ വർഷവും ആവർത്തിച്ച് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ലിമിറ്റ് ഓഫ് എ സം. അപ്പൊ ഈ മോഡലിലെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് പോകാം. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ പോകാം? അപ്പൊ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, അത് ജസ്റ്റ് പഠിച്ചു വെച്ചിരിക്കുക. ലിമിറ്റ് ഓഫ് എ സമ്മിന്റെ ലിമിറ്റ് h tends to 0 h into f of a plus f of a plus h plus f of a plus 2h plus etc plus f of a plus n minus 1 into h. ഈ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കുക. ലിമിറ്റ് h tends to 0 ലിമിറ്റിംഗ് കേസ് ആയിട്ട് പറയുന്നത്. ഇവിടെ എയും ബിയും അതൊക്കെ എന്തൊക്കെയാണ് നോക്കാം. ലോവർ ലിമിറ്റ് ആണ് എ, അപ്പർ ലിമിറ്റ് ആണ് ബി. ഇനി NH എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കണം. NH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b മൈനസ് a. NH എന്ന് പറഞ്ഞാൽ b മൈനസ് a. b മൈനസ് എന്ന് പറഞ്ഞാൽ b എന്നാണ് 1 മൈനസ് 0 1. കാരണം നമ്മൾ ചെയ്തത് എവിടെയെങ്കിലും NH വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി f of a എന്ന് പറഞ്ഞാൽ ആകെ f of x നോക്കാം. f of x എന്ന് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? തന്നിരിക്കുന്ന ഫംഗ്ഷൻ x സ്ക്വയർ. അപ്പൊ f of x എന്തായിരിക്കും? x സ്ക്വയർ. അങ്ങനെ ഇവിടെ എന്ത് വന്നാലും അതിന്റെ സ്ക്വയർ ചെയ്ത് എടുക്കാം. So f of a കണ്ടുപിടിക്കും. f of a എന്ന് പറയുമ്പോൾ f of 0. a എന്ന് പറഞ്ഞാൽ 0 അല്ലേ? f of 0 എന്ന് പറഞ്ഞാൽ 0 സ്ക്വയർ. 0 സ്ക്വയർ എന്നാൽ 0. f of a plus h എന്ന് പറഞ്ഞാൽ 0 plus h. f of 0 plus h എന്ന് പറഞ്ഞാൽ f of h ആണ്. f of h എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്വയർ ചെയ്യാം. h സ്ക്വയർ. f of a plus 2h അപ്പൊ 0 plus 2h എന്ന് പറഞ്ഞാൽ f of 2h എന്ന് പറയുമ്പോൾ 2h അതിന്റെ സ്ക്വയർ. അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ f of ലാസ്റ്റ് വരുമ്പോ 0 plus n minus 1 into h വരും. അപ്പൊ 0 പോട്ട് അപ്പൊ n minus 1 സ്ക്വയർ h സ്ക്വയർ. n minus 1 into h ഹോൾ സ്ക്വയർ പറഞ്ഞാൽ n minus 1 ഹോൾ സ്ക്വയർ into h സ്ക്വയർ വരും. ഇനി ഈ വാല്യൂസ് എല്ലാം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇന്റഗ്രൽ 0 to 1 x square dx is equal to limit h tends to 0 h into f of a. f of a എന്ന് പറയുമ്പോൾ f of 0 ആണ് 0. അടുത്ത f of a plus h ഇതിന്റെ വാല്യൂസ് കൊടുക്കുക. h സ്ക്വയർ വരും, പിന്നെ 2h ന്റെ ഹോൾ സ്ക്വയർ വരും, പിന്നെ വരുന്നത് 3h ന്റെ ഹോൾ സ്ക്വയർ. അങ്ങനെ ആയിരിക്കും വരുന്നത്. അങ്ങനെ പോയി n minus 1 the square into h square വരെ എത്തും. is equal to limit h tends to 0 h into 0 what? h square plus 2h the whole square. 2h the whole square എന്ന് പറയുമ്പോൾ 2 square h square. അതായത് 3h the whole square 3 square h square. അങ്ങനെ പോയി n minus 1 the whole square h square വരും. ഇനി ചാടുന്നതിനകത്ത് എല്ലാത്തിലും എന്ത് കോമൺ ഉണ്ട്? h സ്ക്വയർ കോമൺ ആണ്. അപ്പൊ ലിമിറ്റ് h tends to 0 h into h സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുക. ബാക്കിയുള്ളത് 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ, പിന്നെ 2 സ്ക്വയർ 3 സ്ക്വയർ. അങ്ങനെ പോയി n minus 1 the whole square വരെ. ഓക്കെ, ഇവിടെ ലിമിറ്റ് h tends to 0 h into h square into 1 square 2 square 3 square അങ്ങനെ n minus 1 the whole square വരെ കൂട്ടിയിരിക്കുകയാണ്. h into h square. അതായത് ഇത് ആദ്യത്തെ n minus 1 നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയറിന്റെ സം അതറിയാം. n into n minus 1 into 2n minus 1 by 6 ആണ്. എന്താണ്? 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ അങ്ങനെ എണ്ണം വരെ കൂട്ടുന്നു. n minus 1 the whole square വരെ കൂട്ടുമ്പോഴുള്ള വാല്യൂ ആണ് n into n minus 1 into 2n minus 1 by 6. ഇനി ചെയ്യാനുള്ളത് ഇവിടെ ലിമിറ്റ് h tends to 0 h എടുത്തു, n നമ്മൾ എഴുതി. ഇവിടെ h സ്ക്വയർ ആണ്. h സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h into h ആണ്. h സ്ക്വയർ എന്നാണ് h into h. അതിൽ ആ ഒരു h എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കണം. n minus 1 h അപ്ലൈ ചെയ്യാം. n minus 1 h അപ്ലൈ പറഞ്ഞാൽ h വെച്ച് n minus 1 ഗുണിക്കുക. അപ്പൊ എന്ത് കിട്ടും? n യുടെ h ഗുണിച്ചാൽ nh മൈനസ് 1 യുടെ h ഗുണിച്ചാൽ h.
അപ്പൊ h സ്ക്വയറിലെ ഒരു h അങ്ങനെയാണ് ഉപയോഗിച്ചത്. ഇനി വേറൊരു h ഉണ്ട്. ആ h ഇങ്ങോട്ട് അപ്ലൈ ചെയ്യണം. ഞാൻ അതൊരു സ്റ്റെപ്പ് കുറച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ h ഇവിടെ കൊടുക്കുമ്പോൾ 2n കൂടെ h ഗുണിച്ചു കഴിഞ്ഞാൽ 2nh മൈനസ് 1 കൂടെ h ഗുണിച്ചു കഴിഞ്ഞാൽ h. ഇത് രണ്ടിനും കൊടുക്കാനുള്ള കാരണം നമ്മൾ കോമൺ ആയിട്ടാണ് വരുന്നത്. h ഇൻറ്റു 2x മൈനസ് 1 ഇതിന്റെ അർത്ഥം എന്താണ്? h അകത്തേക്ക് ഗുണിക്കണം. അപ്പൊ എന്ത് കിട്ടും? 2hx മൈനസ് h ഇൻറ്റു 1 h. അങ്ങനെയാണ് ഈ h രണ്ടിനും വരുന്നത്, അല്ലാതെ ഒന്നിന് മാത്രമല്ല കൊടുക്കുക. കോമൺ എടുത്തിരിക്കുന്ന ആ എഫക്റ്റ് ആണ്. രണ്ടും കൂടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അത് തന്നെയാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. h ആദ്യത്തെ ഒരു h n-1 കൊടുത്തെഴുതി, രണ്ടാമത്തെ h രണ്ടാമത്തെ 2n-1 കൊടുത്തു, അതെല്ലാം എഴുതി. ഇനി h ലിമിറ്റ് h 0 h ഇൻറ്റു n ഇൻറ്റു nh വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞത്? nh ഈക്വൽ ടു b മൈനസ് a 1 മൈനസ് 0 nh ഈക്വൽ ടു 1. അപ്പൊ nh എന്ത് ചെയ്യാം? 1 കൊടുക്കുക, 1 മൈനസ് h ഇൻറ്റു 2nh ആണ് nh വീണ്ടും nh ഉണ്ട്, nh കൂടെ 1 കൊടുക്കുക, 2 ഇൻറ്റു 1 2 ആണ് 2 മൈനസ് h ബൈ 6. ഇനി ചെയ്യാൻ ഒരു h ഉണ്ട്, ആ h കൂടെ അകത്തേക്ക് ഗുണിക്കുക. h അകത്തേക്ക് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടല്ല n കൂടെ കൊടുത്താൽ. അപ്പൊ n കൂടെ h ചേരുമ്പോൾ എന്താ? nh ഇൻറ്റു 1 മൈനസ് h ഇൻറ്റു 2 മൈനസ് h ബൈ 6 വരും. വീണ്ടും nh എന്ത് കൊടുക്കുക? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 ഇൻറ്റു 1 മൈനസ് h ഇൻറ്റു 2 മൈനസ് h ബൈ 6 വന്നു. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വേറെ ഒന്നുമില്ല, എല്ലാം മാറി h ലേക്ക് മാറി. ഇനി വേണം ലിമിറ്റ് കൊടുക്കാനുള്ളത്. ഇനി എന്ത് ചെയ്യണം? ലിമിറ്റ് h ഉള്ള സ്ഥലത്തെല്ലാം 0 കൊടുക്കണം. അപ്പൊ 1 ഇൻറ്റു 1 മൈനസ് h 1 മൈനസ് 0 ഇൻറ്റു 2 മൈനസ് h ഇപ്പൊ 2 മൈനസ് 0 ബൈ 6 1 ഇൻറ്റു 1 മൈനസ് 0 1 2 മൈനസ് 0 2 2 ബൈ 6 ആ 2 6 കൂടെ വെട്ടി സിംപ്ലിഫൈ ചെയ്ത് എത്ര കിട്ടും? 1/3. ഇതിന്റെ ആൻസർ ആണ്, ലിമിറ്റിംഗേഷന്റെ ആൻസർ ആണ് 1/3 എന്ന് പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, നമ്മുടെ സമയപരിമിതി മൂലം കുറച്ച് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്ലോഡ് ചെയ്ത 2 വീഡിയോ എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു 5 ക്വസ്റ്റ്യന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അതേപോലെ ഈ വീഡിയോയിൽ ഇന്റഗ്രേഷൻ ആണ് ഏറ്റവും കൂടുതൽ പാടായിട്ടുള്ളത്. ഒരു +2 വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രയാസം നേരിടുന്ന ഒരു പാഠഭാഗമാണ് ഇന്റഗ്രേഷൻ. ആ ഇന്റഗ്രേഷനിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ അങ്ങേയറ്റം ചാൻസ് ഉള്ള 10 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുക, ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല, ആ ഒരു ഉറപ്പാണ് നമ്മൾ നൽകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ താങ്ക്സ്, ഗുഡ് ബൈ.